ഗായ്സ്, അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ്. ഞാൻ അമ്മയായിട്ടുള്ള ചലഞ്ച് വീഡിയോ ഒരു ഗെയിമാണ്. ഗെയിമിന്റെ പേര് 10-10 എന്നാണ്. ഞങ്ങൾ സ്കൂളിൽ കളിക്കണ ഒരു കളിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ അമ്മയും കൂട്ടിയാണ് കളിക്കണം. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് 10 കളി ഇങ്ങോട്ടും 10 കളി അങ്ങോട്ടും വരയ്ക്കണം. എന്നിട്ട് ഇതിന്റെ ചുറ്റും 50 വരെ എഴുതിയിരിക്കണം. 1 മുതൽ 50 വരെ. ഇവിടെ എഴുതാം, ഇവിടെ എഴുതാൻ പാടില്ല. ഇതിന്റെ ഉള്ളിൽ മാത്രം എഴുതാൻ പാടില്ല. ഇതിന്റെ ഉള്ളിൽ നമ്മൾ 10 ഫുള്ളി നിറയ്ക്കണം. ഇതിന്റെ ഉള്ളിൽ പാർച്ച നമ്പേഴ്സ് പറയുകയാണെങ്കിൽ ആ നമ്പർ ഞാൻ കണ്ടെത്തിയിട്ട് അത് റൗണ്ട് ചെയ്ത് വെക്കണം. ആ റൗണ്ടാണ് അല്ലേ? അങ്ങനെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാലേ ഇതിൽ 50 എഴുതിയിട്ടില്ല. അപ്പൊ ഞാന് അമ്മോട് 1 എന്ന് പറഞ്ഞു. അപ്പൊ ഞാനാള് 1 പറഞ്ഞു. അപ്പൊ ഞാൻ അമ്മയുടെ മുക്കിൽ 1 കണ്ടുപിടിക്കണ വരെ ഇതിൽ ഞാൻ 10 എഴുതിക്കൊണ്ടേയിരിക്കണം. എന്തോരം വരെ എഴുതാനോ അത്ര വരെ എഴുതണം. ഇത് കഴിയണ വരെ. ഇത് കഴിയണത് ഏറ്റവും സ്റ്റാർട്ട് ചെയ്യണം. 1 കണ്ടുപിടിക്കണവരെ, അല്ലെങ്കിൽ സംഖ്യകൾ ഏതാണോ സംഖ്യ പറഞ്ഞാൽ ആ സംഖ്യ കണ്ടുപിടിക്കണവരെ. എന്നിട്ട് ഇത് ഇതില് ഫുള്ള് ഫില്ലാണത് ആരാണോ അവരാണ് ഫസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങല്ലേ? അമ്മ എഴുതിക്കോട്ടെ, നോക്കണ്ടേ? നീ എന്തെങ്കിലും നോക്കണ്ട, അതൊക്കെ ഭയങ്കര കളതല. എനിക്ക് അമ്മയ്ക്കാണോ നമുക്ക് കണ്ടറിയാട്ടാ. എത്ര തീ? എന്റെ 16 ആയിട്ടുള്ള. വേഗം ചോട്ടാ. അപ്പൊ ഗൈസ്, എന്റെ എഴുതി കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. കണ്ടോ, നമ്മുടെ എഴുതി കഴിഞ്ഞിട്ടാ. ഇന്നെങ്ങനെ കഴിയുമോ? ഞാൻ കഴിച്ചോണ്ട് കഴിക്കാനല്ല ഞാൻ പറഞ്ഞേ, എപ്പോഴാണ് കഴിയാതെ ചോദിച്ചത്. ഓക്കെ, അമ്മ ഇത്തിരി പാട് കേട്ടോ. അമ്മ മതിട്ടാ. ഞാൻ എഴുതിയിട്ട് എൻ്റെ ഒരു ഇതാ വേഗം എഴുതാൻ പറ്റില്ല ചേ. അമ്മ പറ്റുന്നുണ്ടമ്മേ? എന്തിട്ടമ്മ ഇവള് സ്ഥിരം കളിക്കണതാ. ഞാന് ആദ്യമായിട്ട് കളിച്ചതാ. എന്നിട്ട് ഇന്നലെ കളിച്ചത് ഞാൻ നമ്മൾ കളിച്ചിട്ടുള്ളേ. ഇവളെന്നും കളിക്കണ കളിയാണ്. എന്നും ഞാൻ കളിക്കാറില്ല. ഇപ്പൊ കളിച്ചിട്ട് കുറെ നാളായി. എന്തെങ്കിലും കഴിച്ചെന്തോ ഒരു നേരം ഒരു 50 എഴുതി എത്ര നേരാ? ഇരിച്ചു പോലെ എത്ര നേരത്തില്ല നമ്മളെ കഴിഞ്ഞു. ഞങ്ങളുടെ അടച്ച ആ പേന എന്റെ ഈ പേന നീ ആക്കിക്കോ. എനിക്കുണ്ട്. ഞാനാണ് ഫസ്റ്റ് ആ പേന എടുത്തിട്ടുണ്ടായി ഇവളേ. അപ്പൊ നമുക്ക് തുടങ്ങട്ടെ ഗൈസ്. തുറക്കല്ലേ അപ്പൊ തുടങ്ങല്ലേ? 1 2 3 സ്റ്റാർട്ട്. ഏതക്ഷരം പറ? നമ്പർ വേഗം പറയട്ടെ. നമ്പർ ഒന്നും നോക്കാൻ പറ്റില്ല, സമയമില്ല. ആരെഴുതണ്ടേ? അമ്മ നമ്പർ പറയണത്. ഇത് തീയ അതെന്തെങ്കിലും കേൾക്കണത്. ഇതങ്ങനെ നോക്കി കണ്ടുപിടിക്കണ. വേഗം പറയണ്ടമ്മ. ഞാനെഴുതണ്ടേ നീ എഴുതണേ? അത് പറയ്, എന്നിട്ട് തുടങ്ങാം കളി. അമ്മ എഴുതി അമ്മ എഴുതി ഞാൻ പറഞ്ഞോ. ഞാൻ പറയട്ടെ. 37 കാണാനും വിശ്വാസം എന്തിട്ട് കടിച്ചൊക്കെ ജയിച്ചൊക്കെടാവും. ആർക്കറിയാം ഇവിടെ 37 ഒക്കെ. കണ്ടു ഇവിടെ ഞാൻ പറയട്ടാ. 22. സ്റ്റോപ്പ് കണ്ടെടുത്ത് നോക്കുക. 31 കണ്ടൂട്ടാ. 2. സ്റ്റോപ്പ്. നീ എന്തിനാ സ്റ്റോപ്പ് പറയണേ? പിന്നെ ഇവള് ഭയങ്കര
39. ആ. നീ ഇത് ഞാൻ പറയട്ടെ. നീ പറയാ വരട്ടെ. ഞാൻ പറഞ്ഞുട്ടാ 41. ഇത് എന്തിട്ടടി ഇങ്ങനെ കണ്ടുപിടിച്ചുട്ടാ. അതൊന്നല്ല 41. നീ ഒന്നാമത് മര്യാദയ്ക്ക് എഴുതി വെക്കില്ലേ? സജനെ സൗണ്ട് തോറ്റു. എന്താ ഞാൻ ജയിക്കാറായില്ലേ? നീ എവിടെയാ ചോദിച്ചോളൂ? എനിക്കല്ലേ. എനിക്ക് ഞാൻ ചേട്ടത്തിന് കൂടെ വിളിക്കാൻ 41 കണ്ടുപിടിച്ചു. എവിടെ? നീ അത് 47. നീ പോടി. എനിക്ക് 47. നീ എഴുതണ അക്ഷരങ്ങൾ മര്യാദയ്ക്ക് എഴുതി വെക്കിട്ട് ഒന്ന് ഉണ്ടെങ്കിൽ ഒന്ന് എന്നെ എഴുതി വെക്കി. ഞാൻ അങ്ങനെയാണെങ്കിൽ നിന്നെ കളിയിൽ ചേർക്കണം. ഒത്തിരി സാധനം പറഞ്ഞ ഈ കളിയിലെ ഇത് നീ എനിക്ക് തോന്നുന്നില്ല അത്രയും ചെറുതാക്കിട്ട് നീ അത്രയും ചെറുതാക്കി എഴുതും. അമ്മ തോറ്റോ? അമ്മ തോറ്റു. നിന്നെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. കൊറേ വട്ടിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അമ്മ എന്റെ കഴിഞ്ഞമ്മേ. എന്റെ കഴിയും. ഞാൻ നീ എവിടെയാ ചോദിച്ചത്? ഇത് 41, 42 അവിടെ നിൽക്കുന്നത്. 41 ഉണ്ട്. ഞാൻ എന്തായാലും എന്തായാലും 42 ഉള്ളത്. 42, 41. അത് നീ അടുപ്പിൽ കൊണ്ടിട്ട് കഴിഞ്ഞാ 3 സ്റ്റോപ്പ്. 3 സ്റ്റോപ്പ് പിന്നെ അങ്ങനെ ഇത് 4. അത് 3 അടി. പിന്നെ എനിക്ക് 3. നിനക്ക് 3 തോന്നുന്നു. നീ മര്യാദ അമ്മയുടെ 3 ഇങ്ങനെ വേണ്ട. സജനെ വലിയ കളി വേണ്ട കേട്ടാ. 50. I am the winner. നീ ഇതൊക്കെ ഓടിച്ച് നോക്കി വെച്ചിട്ടുണ്ടായി. പിന്നെ വിളിക്കവാ മറിച്ചോ. അപ്പൊ നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്ക് പോയിട്ട് ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ ജയിച്ചു. ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ ജയിച്ചു. വേണ്ട 10 നമ്മളെ ഇവിടെ എന്താന്നറിയാതെ കേട്ടോ. ഉടായിപ്പാണ്. ഇവിടെ ഇല്ലേ ഇവിടെ പോലെ എഴുതി വെച്ചോക്കണം. ഇതെന്തിട്ട് സാധനം നിങ്ങളൊന്നും പറഞ്ഞോ നമ്മളോട്? എനിക്കിത് ഇത് 36. ഇതൊക്കെ എന്താ വായിക്കാന്ന് നോക്കട്ടെ ഗൈസ്. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാട്ടാ. പത്ത് കളി വരച്ചു കഴിഞ്ഞു ഗൈസ്. അമ്മ എഴുതല്ലേട്ടാ. അതെന്റെ ബുക്കല്ല, അമ്മയുടെ ബുക്ക. അതെന്റെ ബുക്കല്ലേ? അത് അമ്മയുടെ ബുക്കല്ലേ? ഇതെന്റെ ബുക്ക്. അപ്പൊ ഞാൻ എഴുതണ്ടേ? മാറ്റി തരണ്ട. നല്ല തരാൻ പറ്റും. ഇനി എഴുതണം കേട്ടാ. എന്നിട്ട് ഈ ബുക്ക് വീണ്ടും വരും. എന്റെ ബുക്ക് അതറിയോ? കണ്ടുപിടിച്ചോ. എത്രയാണ്? അമ്മ ഉണ്ടാക്കിട്ട് നല്ല മരി നോക്കണേ. ഞാൻ നോക്കുന്നില്ല. അമ്മ ചെലവളാന്ന് എനിക്ക് എഴുതിക്കണ. എന്നിട്ട് ഞാൻ കള്ളക്കളി കളിക്കണം. ഞാൻ ഉടായിപ്പാ നോക്കണം. എന്താ ചെയ്യണ്ടോ അമ്മേനെ? എന്തായി മോളെ? ഉമ്പ പറയുന്ന കറിയല്ല. ഉമ്പ പറയാൻ വേണ്ടിട്ടാ. കളിയാണ് കളി. വേഗം ആക്കൂ മോളെ. വെറുതെ ചിരിക്കേ. ഒരു നമ്പർ ഇപ്പൊ തന്നെ പറഞ്ഞിട്ട് തന്നു.
നമ്പർ നീ ഞാനിപ്പോ പറഞ്ഞ നമ്പർ അമ്മ പറഞ്ഞു ഒരു നമ്പർ പറഞ്ഞു 7 കണ്ടോട്ടെ ഞാൻ. അമ്മ 10 ഇടായില്ലേ അയ്യോ ആണ് വിധി 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 എന്ന് പറയും ഞാനാണേ സ്റ്റോപ്പ് അതേതല്ല നീയെ കണ്ടുപിടിക്കണേ. നീ എന്നെ കൊറേ കൊല്ലം പിടിച്ചതാണ്. കണ്ടുപിടിക്ക് ഇപ്പൊ തരുന്നതേ കൊറേ എന്നെ ഉണ്ടായിപ്പോ ചെയ്ത് സ്റ്റോപ്പ് സ്റ്റോപ്പ് ഏത് അമ്മ എഴുതിയിട്ടില്ലേ ഞാൻ എഴുതിയിട്ട് മോളെ നീ കണ്ടുപിടിക്ക്. നീയേ എന്നോട് കളിക്കില്ലേ അമ്മ അമ്മ അത് വിചാരിക്കണേ എല്ലാ പ്രാവശ്യം അമ്മ അത് വിചാരിച്ചിട്ട് അത് എഴുതി അമ്മ ഇതിൽ എഴുതിയിട്ടില്ല അപ്പൊ ഞാൻ എനിക്ക് കിട്ടിയതല്ല 13 കണ്ടുട്ടാ പറഞ്ഞോടി അമ്മയുടെ ആടി അപ്പൊ ഞാനില്ല 13 പറഞ്ഞേ ആണോ ഒന്നു സ്റ്റോപ്പ് സ്റ്റോപ്പ് അയ്യോ സ്റ്റോപ്പ് സ്റ്റോപ്പ് നോക്ക് നോക്ക് കണ്ണൂടാ ഇതൊന്ന് ഞാൻ 21 കണ്ടുട്ടാ അമ്മ ഞാനല്ലേ ഇതുണ്ട് അവിടെ 10 എഴുതില്ലേ അയ്യടി പൊടി അത് ഞാൻ എഴുതിട്ടില്ല നിനക്ക് ഇത് വീഡിയോ കാണുമ്പോൾ അറിയാം അമ്മ പറയും ഓ എനിക്ക് കളിക്കറിയില്ലേ എന്നിട്ടടി അരച്ചിങ്ങനെ അമ്മ ഇപ്പൊ ജയിക്കും 50 സ്റ്റോപ്പ് 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 അതെ എവിടെ മുപ്പത്തഞ്ച് കണ്ടുട്ടാ ഈ അങ്ങനെ ഒന്നും ഉടായിപ്പാക്കല്ല കേട്ടാ 11 സ്റ്റോപ്പ് എവിടെ അവിടെ ഒന്നല്ല ഈ അങ്ങനെ സ്റ്റോപ്പ് പറയില്ലടി ഞാൻ എഴുതി കഴിക്കിട്ടീ ഈ കൊറേ നേരം എന്നെ ഇങ്ങനെ പറ്റിച്ചോണ്ട് സ്റ്റോപ്പ് 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 എവിടെ? സ്റ്റോപ്പ് ദേന 20 കണ്ടുപിടിച്ചുണ്ടാ ഞാൻ ഇപ്പൊ ഈ പ്രാവശ്യം ഭയങ്കര സിമ്പിൾ ആക്കി ഇനി ഞാൻ സിമ്പിൾ ആക്കി സ്റ്റോപ്പ് 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 ദേ 44 44 ഞാൻ തിരിച്ചു പിടിച്ച നോട്ടം 6 ഈശ്വരാ കഴിയണ് ഇവിടെ എന്നെ ജയിക്കട്ടെ കണ്ടുകൊണ്ടുകൂട്ടാ ഞാൻ പറയട്ടെ അമ്മയ്ക്ക് പറയുന്നില്ല അമ്മ ജയിച്ചു എന്താ നിനക്ക് കുഴപ്പം രണ്ടെണ്ണം ജയിച്ചു കഴിഞ്ഞാൽ നിനക്ക് വല്ല കുഴപ്പമുണ്ടാവും ഞാൻ അടുത്ത കളി ഞാൻ കളിച്ചു തരുമ്പോൾ റൗണ്ട് ഇട്ട് കളിക്കും വേഗം കളിക്കും 48
48 എവിടെയാ? എന്റെ കളി കഴിഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ കണ്ടുപിടിച്ചൂടെ? ഒരു വട്ടം കൂടെ ഉണ്ട്. മൂന്നാമത് കളി ജയിച്ചാലേ അറിയുള്ളൂ ആരോ കളി ജയിക്കാം. രണ്ടാണ് സമനിലയിലാണ് കേട്ടോ നിൽക്കണം. അതുകൂടി മതി. അപ്പൊ ഗൈസ് നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോവാണ്. നോക്കിക്കോ, മാമ പെട്ടു. അമ്മയുടെ കളിയുടെ കളിച്ചിട്ട് എഴുതട്ടെ. എന്തായാലും കേട്ടാ എത്ര എത്തിയാടെ അമ്മേ അമ്മോട് ഞങ്ങൾക്ക് എത്തട്ടെ, ഞാൻ പറയും. അമ്മതിരിക്കാണ് ഞാൻ എന്റെ കാര്യം പറഞ്ഞേ. കഴിഞ്ഞ എൻ്റെ ഇത് കണ്ടുപിടിക്കുന്നില്ല. പിടിക്കട്ടെ. ഇതെങ്ങനെ പിടിക്കണ്ടേ? ഇങ്ങനെ പിടിച്ചോളൂ. ഞാൻ എനിക്കിഷ്ടമാണ് ഞാൻ പിടിച്ചോളൂ. അപ്പൊ ഞാൻ നമ്പർ പറയട്ടാ. 3 ട്ടാ. തല തിരിഞ്ഞാലോ പോയി നോക്കി. ഇത് എന്നെക്കാളും ഇത് എത്രയൊക്കെ അടിക്കുന്നു. ഇതിപ്പോ പേപ്പർ കഴിഞ്ഞു. ഞാനേ കാഴ്ചക്കണ്ടേ അമ്മ എന്തിട്ടേത് നേരത്തേത്. പിന്നെ 1, 2 ഒന്നും കാണാനില്ല സാറേ. 1, 2 ഒക്കെ ഉണ്ട്. 3, 4 എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. എത്ര നീ പറഞ്ഞേ? 3. അയ്യോടി എന്റെ ഞാൻ 3 വട്ടം വെച്ചിട്ടുണ്ട് ഇവിടെ. നീ അവിടെ വട്ടോട്ടോ എനിക്ക് എന്തിനു കുഴപ്പം? ആ കണ്ടു 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 അതെ. സ്റ്റോപ്പ്. അത് 39. 39 ഇങ്ങനെയല്ലേ എഴുതാ? ഞാനങ്ങനെ എഴുതാ. 39 മിനിറ്റ് ശരി. 23. അവള് ജയിച്ചു. ഇതിപ്പോ തന്നെ ജയിച്ചോള്. കഴിഞ്ഞു കളി. ഒരിക്കലും അവളൊപ്പം തന്നില്ല. ഇതെവിടെ എഴുതിന്റെ 23 എടുക്കണത്? 23. ഇതറിയില്ല നോക്കിട്ട് വേടേ. അതെ നേരത്തെ തന്നെ എത്ര ഗ്യാസ് വെറും ഒരെണ്ണം മാത്രം. ഞാൻ തോറ്റു. ഇനി അതും കൂടെ എഴുതിക്കോട്ടോ. ഞാൻ എഴുതിയില്ലപ്പോഴും നീ എഴുതിക്കോ. 23 ഇനി 23 ഇല്ല. 23 ഉണ്ട്. ഞാൻ കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടു. കണ്ടില്ലേ? 27, 36, 28, 24, 29, 38, 26, 23, 50. ഇത് 50. 50 ഇവിടെ. ഇത് നല്ല ടൈപ്പ് പോയി കേട്ടാ. ഇത് ഞാൻ കുറെ നേരം കണ്ടിരിക്കണത് 50 വെച്ചിട്ട് ഇരിക്കും. 0 വെച്ചിട്ട് അത് കുറെ നേരം കണ്ടിരിക്കണേ. 2 സ്റ്റോപ്പ്. പോകുന്നില്ലേ അവള്? 2 ഒക്കെ കണ്ടുപിടിക്കും. സ്റ്റോപ്പ്. കളിയൊന്നുമില്ല. 14 കണ്ടുപിടിച്ചാ. എന്റെ പൂപ്പ് കളിക്കും ഞാൻ കേട്ടെ. നീ എന്നെ കളിക്ക് വിളിക്കണ്ടേട്ടാ. നീ
ഈ ഉടായ്പ കളിക്കേ ഞാൻ ജയിച്ചിരിക്കുന്നു ഗൈസ്. വെറുതെ തിരിച്ചിട്ടുണ്ടായാലും 14 കാണുന്നേ നിങ്ങൾ ജയിച്ചതാ. നിനക്ക് കാണാൻ പറ്റും. ഇത് 14 ചെറിയായിരുന്നു. ഇതിപ്പോ നല്ല വെറുതെ കിടന്നു. ഇതാക്കി എടുക്കുന്നത് പുൽക്കൂട്ടിയില് ഞാൻ ജയിച്ചിരിക്കുന്നു ഗൈസ്. വീണ്ടും അമ്മ ഈ തോൽവിക്ക് മാത്രം വേണ്ടി വരുന്ന നിന്റെ കൂടെ കളിച്ചാലേ നീ എന്നും സ്കൂളിൽ കളിക്കുന്നത്. ഞാൻ ആകെ ഒരൊറ്റ പ്രാവശ്യം ഇപ്പൊ 2ാമത്തെ പ്രാവശ്യം കളിച്ചു പോകണം. ഇവിടെ ജീവിതത്തിൽ ഈ കളിയിൽ ഇനി കളിച്ചിട്ടുള്ള പഠിക്കുന്നില്ല. അപ്പൊ ശരി ഗൈസ്. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ 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 ബൈ.